ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ പടവലങ്ങയും പരിപ്പിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനായിട്ട് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കൂടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിക്കാൻ കേട്ടോ. മീനൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചോടെ വെച്ചും ചെയ്തിന്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ പടവലങ്ങൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് കത്തിയോണ്ട് വരണ്ടി എടുക്കാൻ കേട്ടോ. നിങ്ങളിപ്പോൾ എന്താ ഈ വരണ്ടി എടുക്കണേന്ന് പറയാനൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ ഭാഷയിൽ ഞാനിതാ ഇട്ടോ പറയല് വരണ്ടി എടുക്കാന്നൊക്കെ. ഇനിയിപ്പോൾ ഈ പടവലങ്ങ നമുക്ക് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് വരണ്ടെടുത്തതിന് ശേഷം നമുക്ക് പരിപ്പും പച്ചമുളകും തക്കാളിയും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഇട്ടാണ്ടേ തേങ്ങ അരച്ചിട്ട് നല്ലൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ആ പടവലങ്ങൻ്റെ തൊലിയൊക്കെ ഞാൻ വരണ്ടെടുത്തിന് ചെത്തിയെടുക്കാന്ന് ഇപ്പോൾ ഇതിന് പറയാൻ പറ്റൂലല്ലോ. ചെത്തിയെടുക്കാന്ന് പറയുമ്പോൾ ചിരങ്ങ ചെത്തിയെടുക്കാം, മത്തങ്ങ ചെത്തിയെടുക്കാം, അതിലല്ലോ ഇപ്പോൾ പടവലങ്ങ എന്ന് പറയുമ്പം ഇതേപോലെ വരണ്ടെടുക്കാനല്ലേ പറ്റുള്ളൂ. വരണ്ടെടുത്തതിന് ശേഷം പിന്നെ ഞാനിത് അതിൻ്റെ കുരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ കേട്ടോ. ഒരുപാട് കുരൊന്നും ഉണ്ടാവില്ല, ചെറിയ കുഞ്ഞു കുരു. പിന്നെ എൻ്റെ ചോറൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കിയിട്ട് വേണം ഇനി ചെറുതാക്കി നുറുക്കിയെടുക്കണം. എന്നിട്ട് നുറുക്കിയെടുത്തിട്ട് വേണം നമുക്ക് പരിപ്പ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. ഇന്നിപ്പോൾ പരിപ്പും പടവലങ്ങ ഇട്ടാണ്ട് കറി വെക്കണം എന്നൊരു പ്ലാൻ രാവിലെ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പച്ചക്കറി പിന്നെ ബോട്ടി കൊണ്ടുവന്നതുകൊണ്ട് അപ്പോൾ ഇന്നലെ കണ്ടുണ്ടാവില്ല നിങ്ങൾ ഷോർട്ട് വീഡിയോ ആക്കിയാണ് ഞാൻ ഡൈൻ മൈ ലൈഫ് വിട്ടിനില്ല. അപ്പോൾ അതിലുണ്ടായിരുന്നു പച്ചക്കറി കൊണ്ടുവന്നതൊക്കെ. അപ്പോൾ ആ പച്ചക്കറിയിൽ നിന്ന് ഞാൻ പടവലങ്ങ എടുത്തിട്ട് കറി വെക്കാം. അപ്പോൾ പിന്നെ ബോട്ടിനോട് രാവിലെ തന്നെ ഞാൻ പറഞ്ഞ പരിപ്പ് കൊണ്ടുവന്നേരി. ബോട്ടി സ്കൂട്ടടുത്ത് വന്ന് ചായ കുടിച്ച് പോയതിന് ശേഷം പിന്നെ ഞാൻ പരിപ്പൊക്കെ കൊണ്ടുവരിപ്പിച്ചാണ് പിന്നെ ഞാൻ അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. പിന്നെ എൻ്റെ തിരുമ്പലും കൂളിയും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ അടുക്കളയ്ക്ക് അങ്ങോട്ട് വരുന്നത് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ പരിപ്പും പടവലങ്ങയും ഒപ്പട്ടുണ്ട് കുക്കറിലാണ് 2 വിസിലുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി പിന്നെ തേങ്ങ അരച്ച് പാരാനല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ആ പടവലങ്ങ കത്തിയോണ്ടൊക്കെ ഞങ്ങൾ വരണ്ടെടുത്താൽ പിന്നെ നമ്മൾ കീറിയെടുത്താൽ അതിൻ്റെ ഉള്ളത്തെ കുരും ചോറൊക്കെ കഴിഞ്ഞാണിതാ ഞാൻ ചെറുതാക്കി ഞങ്ങൾ തുറക്കിയെടുക്കാണ് കേട്ടോ. റിനുവിനും റിഫൂനും ഹിസൂനൊക്കെ ഇന്ന് എക്സാം ആയതുകൊണ്ട് റിനുവിനും റിഫൂനും പിന്നെ ഉച്ചക്കേന് കേട്ടോ ക്ലാസ്. അപ്പോൾ പോയപ്പോഴത്തേനും കറിയൊന്നും ആയിട്ടില്ല. ഓൽക്ക് പിന്നെ കറി ഉണ്ടാക്കിയാലും ഓൽക്കതൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ഓൽക്ക് ഉരുളങ്കിഴങ്ങ് പൊരിച്ചതോ അങ്ങനത്തെ എന്തെങ്കിലും സോയാബീൻ പൊരിച്ചതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ രാവിലെ ഹിസുട്ടിക്ക് ഞാൻ ഉരുളങ്കിഴങ്ങ് പൊരിച്ച് കൊടുത്തിന് ചോറ്റിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ആ കൂട്ടാൻ ആ ഉരുളങ്കിഴങ്ങ് കുറച്ച് തോനെ പൊരിച്ച് വെച്ചും ചെയ്തിന്. അപ്പോൾ അതും കൂട്ടി അങ്ങോട്ട് ചോറ് തിന്ന് പോവുകയും ചെയ്തിന്. അപ്പോൾ ഓര് പോയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പണികളൊക്കെ ഞാനാണ് കഴിച്ചേന്. ഓല് പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിച്ചേരി തുടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും എന്നാലും ഞാൻ പഠിച്ചാനൊക്കെ കുത്തിർക്കാൻ പറഞ്ഞാണ് ഞാൻ. ഓലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേമാതിരിയൊക്കെ അവിടെയാണ് പേപ്പറൊക്കെ അവിടെ ഇവിടെയൊക്കെ പിച്ചിട്ടുള്ളൂ, പരീക്ഷ അല്ലേ. അപ്പോൾ പഠിച്ചുമ്പോൾ ആ പേപ്പറൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് കാരം പഠിച്ചാൽ അപ്പോൾ പിന്നെ അവിടെ ഇട്ട് പോകും. എന്നാലും രാവിലെ തന്നെ അടിച്ചേരിയൊക്കെ ചെയ്തേനെ. അപ്പോൾ കുറേയൊക്കെ പേപ്പറൊക്കെ പിച്ചിട്ടൊക്കെ ചെയ്തേനെ. അതൊക്കെ പിന്നെ അടിച്ചേരി തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ആ പടവലങ്ങ ചെറുതാക്കി അങ്ങോട്ട് നുറുക്കിയെടുത്തിന് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങുക. അങ്ങനെ നമ്മൾ ആ പടവലങ്ങൊക്കെ ഒന്ന് നുറുക്കിയെടുത്തഞ്ഞ് ഇതൊന്ന് കേൾക്കിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കുക്കറിൽ ഇട്ടെടുത്താണ്ടേ തക്കാളിയും പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടെടുത്താണ്ട് വെള്ളം പാകാണ്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് കേൾക്കിരിക്കാൻ കേട്ടോ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയാണ്ട്. അങ്ങനെ ആ പടവലങ്ങ ഒന്ന് അങ്ങോട്ട് കേൾക്കിരുത്തതിന് ശേഷം പിന്നെ ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചില്ല അതും കൂടി ഒന്ന് കേൾക്കിരിക്കട്ടെ. എന്നിട്ട് വേണം കുക്കർക്ക് ഒക്കെപ്പാട് ഇട്ടെടുത്താണ്ടേ ഒന്നങ്ങോട്ട് വിസിലാണ്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാടായി കിട്ടും. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിന് പരിപ്പും പടവലങ്ങയും ഒക്കെ കേൾക്കിക്കാണ്ട് ഞാൻ കുക്കർക്ക് കണ്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 2-3 വിസിലടിച്ചിട്ടാൽ മതി. 2 വിസിലടിച്ചേണ്ട ആവശ്യം ഉണ്ടാവില്ല, 1 വിസിലടിച്ചാൽ മതിയാവും ചിലപ്പം. കാരണം അത് വേവില്ലാത്ത പരിപ്പായതുകൊണ്ട്. പിന്നെ പടവലങ്ങൾക്കും പിന്നെ വലിയ വേവൊന്നുമില്ലല്ലോ. നല്ല വേവുള്ള പരിപ്പൊക്കെ ആണെങ്കിൽ 2 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്, 2-3 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് ഇട്ട് വേവിച്ചാണെങ്കിലും ചട്ടിയിലൊക്കെ വേവിച്ചാണെങ്കിലും വേവുള്ള പരിപ്പൊക്കെ ആണെങ്കിൽ കുറേ നേരം വേവണമല്ലോ. ഇത് പിന്നെ അതൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഈ പരിപ്പ്. നമുക്കിപ്പോൾ ഓരോ പരിപ്പും കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടുതൽ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഞങ്ങളുടെ ചുവച്ചാണ്ടാണ് മൂറിയാണ്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിപ്പം പാത്രം കുറേ നേരം ഇങ്ങനെ വെച്ച് കുത്തിർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട പാത്രം പിന്നെ പടവലങ്ങ നമ്മൾ നുറുക്കിയെടുത്ത പാത്രമൊക്കെ തൊള്ളു. ഇനിയിപ്പോൾ വേസ്റ്റിൻ്റെ പാത്രം ഉണ്ട്, അതും കൂടി ഒന്ന് കൊണ്ടുപോയി തട്ടണം. അതും കൂടിയാണ് മോറെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് കടായി വരുമ്പോഴത്തേന് പാത്രങ്ങൾ ഇങ്ങനെ അവിടെ നിരന്ന് കൂടി ഇങ്ങനെ കിടക്കൂലല്ലോ. അപ്പൊക്കെ അപ്പളെയാണ് മോറി വെച്ചാലെന്ന് വിചാരിച്ചാണ് ഞാൻ അപ്പൊക്കെ അപ്പളേ ചോദിച്ചു ഇതേപോലെ കണ്ട് എടുത്ത് വെക്കലാണ് കേട്ടോ. പിന്നെ രാവിലെ പാത്രം മോറിലും എല്ലാ പണിയും കഴിഞ്ഞാണ്ടാണല്ലോ ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്തേക്ക് വരുന്നത്. അപ്പോൾ പാത്രങ്ങളൊന്നും ഒരുപാടൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം തന്നെ ഉണ്ടാവുള്ളൂ മോറിക്കാനാട്ടോ. ഈ വീഡിയോ പിന്നെ ക്ലിയർ കിട്ടണില്ലല്ലോ. അടുക്കള പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും കൊണ്ട് മറച്ച് കൊടുക്കണം. എന്നാലിപ്പോൾ ഈ വീതനമ്മലൊക്കെ ഈ കറുപ്പ് ടൈൽസും കൂടി ഇടായിട്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ആ വിസിലടിച്ചുമ്പോഴത്തേന് ഞാൻ തേങ്ങ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പൊളിച്ച് കൊടുത്തിട്ട് ആക്കുന്നതാണ് ചിരണ്ടി എടുക്കട്ടെ.
അങ്ങനെ ഇതാ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് അങ്ങോട്ട് ചിരണ്ടി കൊടുത്തപ്പോഴത്തേന് കുക്കറൊക്കെ കണ്ട് വിസിലടിച്ചിട്ട് തുടങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ തേങ്ങ മിക്സിയിൽ ജാറൊക്കെ ഇട്ട് കൊടുത്താണ്. ഇതിലേക്ക് ചെറിയ ഉള്ളിയും 2-3 ചെറിയ ഉള്ളി 2-3 വെളുത്തുള്ളിൻ്റെ പൊണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ച് കൊടുന്നാണ്ട് അതിലേക്ക് ഞാൻ പാർന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ട് തിളപ്പിച്ചെടുത്താണ്. പിന്നെ നമുക്ക് വറവിട്ട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പടവലങ്ങക്കറി ഇവിടെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഞാൻ കയ്യിലുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരുപാടൊന്നും നേരം തിളപ്പിച്ചെടുക്കണ്ട. ഒന്നങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. മീൻ ഞാൻ രാവിലെ തന്നെ നമ്മളെ കേന്ദ്ര മീൻ കായം പറ്റി വെച്ചിട്ട് രാവിലെ മീൻ ഇതിൽ പോയപ്പോൾ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കായം തേച്ച് പിടിപ്പിച്ചവിടെ വെച്ചിരുന്നു. അതവിടെ പൊരിച്ചെടുക്കട്ടെ. എന്നിട്ട് വേണം കടുകിട്ടാണെന്നാണ് വറവിട്ടെടുക്കാൻ. കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടാണെന്ന് അങ്ങോട്ട് വറവിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയും ഇവിടെ ആയി കിട്ടും ചെയ്ത്. മീൻ പൊരിക്കലും ഇവിടെ ആയി കിട്ടി. പിന്നെ ഉപ്പേരൊന്നും വെക്കാനൊന്നും ഇപ്പം ഇന്ന് കിട്ടിയിട്ടില്ല. അപ്പം അച്ചാറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ചോറ് അങ്ങോട്ട് തിന്നാം. അങ്ങനെ മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ടില്ല, അങ്ങേപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചേക്കാണ് കേട്ടോ. വെളിച്ചത്തിന് നല്ല കുറവുണ്ടായിട്ട് പിന്നെ ഇവിടെ കുറച്ചൊക്കെ വെളിച്ചുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വെച്ചാണെന്ന് കടകിട്ട് വറവിട്ടാണ് ഞാൻ ഈ കറിക്കട ഒഴിച്ച് കൊടുത്തിട്ടോ. ഇനി നമുക്ക് പാത്രങ്ങൾ പിന്നെയും കുറച്ചുകൂടിയൊക്കെ നേരുന്നത്. അപ്പോൾ അതാ നമ്മൾ ഫേരിട്ടാണ് ഒന്ന് പാത്രമൊക്കെ ഒന്ന് മൂറി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാണ് കേട്ടോ.